ചില സാങ്കേതിക ബുദ്ധിമുട്ടുകൾ കാരണം എൻ്റെ അവൈലബിലിറ്റി ഇല്ലാത്തതുകൊണ്ടും ഇതിനകത്തെ സിനിമയിൽ എനിക്ക് പങ്കെടുക്കാൻ സാധിച്ചില്ല. എൻ്റെ അഭിപ്രായത്തിൽ മോഡേൺ ഡേ മലയാള സിനിമയിലെ ഒരു മൈൽ സ്റ്റോൺ ആണ് ആ സിനിമ. ഇൻ ടേംസ് ഓഫ് സ്ക്രിപ്റ്റിംഗ്, അതിന്റെ കൺസെപ്ഷൻ എല്ലാം. നമ്മൾ ഇനിയും വരും കാലങ്ങളിൽ മലയാള സിനിമയുടെ ചരിത്രം എഴുതുമ്പോൾ തീർച്ചയായിട്ടും ഒരു അധ്യായമെങ്കിലും പാസഞ്ചർ എന്ന് പറയുന്ന സിനിമ അവകാശപ്പെടുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എനിക്ക് അതിനേക്കാൾ സന്തോഷം തോന്നിയത് ആ സിനിമയ്ക്ക് ശേഷം പിന്നീടൊരു 1 മുതൽ ശുഭം വരെ എഴുതി ബൈൻഡ് ചെയ്തിരുന്ന ഒരു സ്ക്രിപ്റ്റാണ് എന്നെ വായിച്ചത്. സംഭവിച്ചാലും ഈ സിനിമ ഞാൻ ചെയ്യും എന്ന് തീരുമാനിച്ച വളരെ ചുരുക്കം ചില സ്ക്രിപ്റ്റുകളിൽ ഒന്നാണ് അർജുനൻ സാക്ഷി എന്ന ഈ സിനിമയുടെ. സൊസൈറ്റിയെ നിരീക്ഷിക്കുകയും അതിൽ നിന്ന് സിനിമയ്ക്ക് പ്രചോദനം കൊണ്ട് തിരക്കഥകൾ രൂപീകരിക്കുകയും ചെയ്യുന്ന ഒരു ബ്രില്യന്റ് റൈറ്റർ ഡയറക്ടറാണ് അദ്ദേഹം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. രഞ്ജിത്ത് പാസഞ്ചർ പങ്കുചേരാൻ സാധിച്ചത് ഒരുപാട് സന്തോഷം. ഇന്ന് ഈ ചടങ്ങിൽ എത്തിച്ചേർന്ന എല്ലാവർക്കും എന്റെ നന്ദി ഞാൻ അറിയിക്കുന്നു. ഐ റിയലി ഡു ലുക്ക് ഫോർവേഡ് ടു ബീങ് പാർട്ട് ഓഫ് എ ബ്രില്യന്റ് സിനിമ. താങ്ക് യു. ഈ ഇപ്പം രഞ്ജിത്ത് സാർ കാണാൻ വന്നപ്പോൾ ഞാൻ പറഞ്ഞു ആ ഫിലിം നോക്കിയിട്ട് എന്നെ ഇതാക്കി വേണ്ട, അതൊക്കെ ഡയറക്ടർ ലാൽ ജോസിന്റെ കഴിവാണ്, എന്റെ കഴിവേ അല്ലാന്ന്. എന്തെങ്കിലും ഞാൻ ആ ഫിലിമിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ലാലുകൾ എന്റെ മുഖത്തേക്ക് ദേഷ്യം വെച്ച് നോക്കുന്നുണ്ട് ഞാൻ ഇങ്ങനെ പറയുന്നുണ്ട്. പിന്നെ ഈ ഫിലിം ചെയ്യാൻ പോയിട്ട് പറഞ്ഞപ്പോൾ എല്ലാവരും പറഞ്ഞു രാജുവിന്റെ കൂടെയാണ്, രാജു നന്നായി ചീത്തയൊക്കെ പറയും. അപ്പം താങ്ക് യു. രഞ്ജിത്തിന്റെ രണ്ടാമത്തെ പടത്തിന് ഇന്ന് പൂജയ്ക്ക് വരാൻ കഴിഞ്ഞ ഒരുപാട് സന്തോഷമുണ്ട്. ഐ വാസ് എ പാർട്ട് ഓഫ് ഹിസ് ഫസ്റ്റ് ഫിലിം പാസഞ്ചർ. ആൻഡ് ആ പടം എടുത്ത സമയത്ത് തന്നെ he came out as a promising and a brilliant director. On this occasion, I just want to wish Ranjit all success. ഇനിയും വളരെ brilliant ആയിട്ടുള്ള ഫിലിംസ് മുന്നോട്ട് കൊണ്ടുവരട്ടെ. So Arjunan Sakshi is also believed, I would love to believe that it's such a milestone in Malayalam cinema again. And I wish him and the entire crew, including Raju and Anne, all success. Thank you very much. ഇവിടെ നിൽക്കുന്ന ഒരു ചെറിയ സ്വകാര്യ അഹങ്കാരത്തോട് കൂടിയിട്ടാണ്. കാരണം ഏകലവ്യന്മാര് വളരെ കുറച്ച് അതിലൊരാളാണ് രഞ്ജിത്ത്. രഞ്ജിത്തിനൊരു ഗുരു എന്ന് പറയാനൊന്നും പ്രത്യേകിച്ച് ഒരാളില്ലാന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ ഒരു കഷ്ണം എനിക്ക് അവകാശപ്പെടാം. 10-15 ദിവസം എൻ്റെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. 15 ദിവസം എൻ്റെ അടുത്ത് ഷൂട്ടിംഗ് നോക്കി നിന്ന ഒരാളാണ്. അത് ഞാൻ 9 വർഷം അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് സെറ്റിലെ ചാണകന്മാരും കമൽ സാറിന്റെ തെറിയിട്ടും ഒക്കെ പഠിച്ച കാര്യം 15 ദിവസം വെറുതെ ഒരു കാഴ്ചക്കാരനായിട്ട് നോക്കി നിന്ന് വൃത്തം കൊണ്ടുപോയി. 19 വർഷം അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുക, പിന്നെ 12 വർഷം സംവിധായകനായിട്ട് വർക്ക് ചെയ്യുക. എന്നിട്ടും ചില സിനിമകൾ ഇറങ്ങുമ്പോൾ ആളുകളുടെ തെറി കേൾക്കുക. ഇത് വെറുതെ 15 ദിവസം നോക്കിയെന്ന ഒരാൾ വന്നൊരു സിനിമ ചെയ്യാൻ നമ്മളെക്കാൾ ബെറ്റർ സിനിമ ചെയ്യാൻ ഇനി നമ്മൾ അപ്ഡേറ്റ് ചെയ്തില്ലെങ്കിൽ നമ്മുടെ കാറ്റ് പോകുന്നു നമ്മൾ ഓർമ്മിപ്പിക്കുക. അയാളുടെ രണ്ടാമത്തെ സിനിമയുടെ പൂജയ്ക്ക് ഒരു അഭിനയാകാംക്ഷയാണെന്ന് തെറ്റിദ്ധരിച്ചിട്ടാണ് പുള്ളി എന്നെ വിളിച്ചിരിക്കുന്നത്. ഞാൻ നല്ല വൈരാഗ്യത്തോടു കൂടിയും വളരെ ശ്രദ്ധയോടുകൂടിയും രഞ്ജിത്തിനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. രഞ്ജിത്തിനെ എനിക്ക് കുറെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അറിയാം. കാരണം ചില കഥകളൊക്കെ ആയിട്ട് രഞ്ജിത്ത് പലപ്പോഴും എന്നെ സമീപിച്ചിട്ടുണ്ട്. അപ്പോൾ തന്നെ ആ ചെറുപ്പക്കാരൻ്റെ ടാലൻറ്റ് എനിക്ക് ബോധ്യപ്പെട്ടതാണ്. എങ്കിലും പല കാരണങ്ങൾ കൊണ്ടും ഞാൻ പ്രേമിച്ചൊരു സിനിമ സംഭവിച്ചില്ല. ഈ സിനിമയ്ക്ക് എല്ലാ വിജയവും നേരുന്നു. നന്ദി. നമസ്കാരം. പാസഞ്ചറിന് ശേഷം ഞാൻ ചെയ്യുന്ന രണ്ടാമത്തെ സിനിമയാണ് അർജുനൻ സാക്ഷി. അർജുനൻ സാക്ഷിയെ കുറിച്ച് സത്യത്തിൽ ഞാൻ ആലോചിച്ചു തുടങ്ങുന്നത് ഏതാണ്ട് ഒരു 12 വർഷങ്ങൾക്ക് മുമ്പാണ്. ഞാൻ ഒരു കോളേജ് വിദ്യാർത്ഥിയായിരുന്ന ഒരു കാലഘട്ടത്തിലാണ്. പാസഞ്ചറിന് ശേഷം വീണ്ടും ഒരു സിനിമ എന്ന് പറഞ്ഞ് ആലോചിച്ചപ്പോൾ ആദ്യം മനസ്സിലേക്ക് വന്നത് അർജുനൻ സാക്ഷി തന്നെയാണ്. അതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം 12 വർഷം മുമ്പ് ഞാൻ ആലോചിച്ച ഒരു വിഷയം, എന്നെ മോഹിപ്പിച്ച ഒരു വിഷയം, പറയണമെന്ന് ശക്തമായി തോന്നിയ ഒരു വിഷയം ഇത്രയും കാലത്തിന് ശേഷം അതിനേക്കാൾ പ്രസക്തമായി നമ്മുടെ ചുറ്റും ഇപ്പോഴും നിലനിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ്. ആ വിഷയത്തെ ഏറ്റവും രസകരമായ എന്റർടൈനിങ് ആയിട്ടുള്ള ഒരു തിരക്കഥയായി രൂപപ്പെടുത്താൻ സാധിച്ചിട്ടുണ്ട് എന്നാണ് വിശ്വാസം. അപ്പോൾ ഈ സിനിമയിൽ എന്നോടൊപ്പം സഹകരിക്കാൻ മലയാള സിനിമയിലെ അല്ലെങ്കിൽ ഇന്ത്യൻ സിനിമയിലെ തന്നെ ഏറ്റവും മികച്ച ടെക്നീഷ്യൻസിൻ്റെയും നടികന്മാരുടെയും ഒരു ടീമുണ്ട്. അത് തരുന്ന ഒരു ഊർജവും ആത്മവിശ്വാസവും വളരെ വലുതാണ്. ഞങ്ങൾ ലക്ഷ്യം സ്വീകരിച്ച് ഇവിടെ എത്തി ഞങ്ങൾ അനുഗ്രഹിച്ച എല്ലാവർക്കും ഹൃദയത്തിന്റെ ഭാഷയോട് നന്ദി. താങ്ക് യു.